സോ ഫസ്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദി എക്സാം. എന്താണ് സിവിൽ സർവീസ് എക്സാം, എന്താണ് ഓരോ പേപ്പറിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിമാൻഡ് എന്താണ്, എങ്ങനെ ഒരു ആൻസർ എഴുതണം, എങ്ങനെ ഒരു പ്രിലിംസ് പേപ്പർ ചെയ്യണം, ഇതൊക്കെ ഈ എക്സാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ ബുക്കുകൾ വായിക്കണം, ഏതൊക്കെ ബുക്കുകൾ വായിക്കേണ്ട. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഐ വുഡ് സേ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നമ്മൾ ഏത് തരത്തിലുള്ളൊരു ലേണറാണ്. ഇപ്പോൾ ചിലർ ദിവസവും 14 മണിക്കൂർ പഠിക്കാൻ ശേഷിയുള്ള ആൾക്കാരായിരിക്കും. മറ്റു ചിലർ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുതൽ അവർക്ക് പറ്റില്ല. ആൻഡ് ചിലപ്പോൾ അവർ ആ 8 മണിക്കൂർ കൊണ്ട് ഈ 14 മണിക്കൂർ ഇരുന്ന് ചെയ്ത് അത്രയും വർക്ക് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു ലേണറാണ്? നിങ്ങൾ രാത്രി പഠിക്കുന്ന ആളാണോ അതോ അതിരാവിലെ എണീറ്റ് പഠിക്കുന്ന ആളാണോ? ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. തേർഡ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐ വുഡ് സേ യു നീഡ് ടു ഹാവ് ഡിസിപ്ലിൻ. ഇത് എന്താണ്, പരീക്ഷ തന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താ ഒരു 1 year ലോങ് പ്രോസസ്സാണ്. എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർ എന്താണ് ഒരു പ്രാവശ്യം ഒരു അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ പോലും 2 years ഈ എക്സാമിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. 1 year റൈറ്റിംഗ് ദ എക്സാം, പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ, ആൻഡ് 1 year ഓൾമോസ്റ്റ് 1 year ലൈക്ക് പ്രിപ്പയറിങ് ഫോർ ഇറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ, നമുക്ക് ഒരു മിനിമം ഒരു ഇത്രയും അവേഴ്സ് എങ്കിലും നമുക്കൊരു ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് ബേസിസിൽ, അത് നമ്മുടെ ഫൈനലി വരുമ്പോഴത്തേക്കും നമ്മുടെ ചാൻസസിനെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്തിരും. സോ ബി റിലാക്സ്, ബി ചിൽ, ബട്ട് എൻഷുർ ദാറ്റ് യു ആർ പുട്ടിങ് ഇൻ യുവർ അവേഴ്സ്. ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ലൈക്ക് അയ്യോ ഇത് കുറേ ഉണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, പറ്റുമോ എന്നൊരു ഡൗട്ട് വെച്ചാണ് നമ്മൾ എപ്പോഴും മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. Come and join iLearn IAS and feel the difference.